നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിലൂടെ നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് APL BPL വ്യത്യാസമില്ലാതെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയിലൂടെ 11,000 രൂപ വരെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ഈ തുക തിരിച്ചു നൽകേണ്ട ആവശ്യമില്ല. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് 1,000, 2,000 വീതമുള്ള ഗഡുക്കളായി 5,000 മുതൽ 11,000 വരെ ധനസഹായം ലഭിക്കുന്നു. ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്ക് ധനസഹായം ലഭിക്കുന്നതല്ല, അല്ലാത്ത സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് 5,000 രൂപ വരെ നൽകി വന്നിരുന്നത് ഇപ്പോൾ 6,000 രൂപ കൂടി ചേർത്ത് മൊത്തം 11,000 രൂപ വരെ ലഭിക്കുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. 5,000 രൂപ തന്നിരുന്ന പദ്ധതിയിലൂടെ 6,000 രൂപ കൂടി നൽകാൻ തുടങ്ങിയത് 2023 മുതലാണ്. ഈ പദ്ധതിയിൽ APL BPL എന്നീ വ്യത്യാസമില്ലാതെ അപേക്ഷിക്കാം. അടുത്ത അംഗനവാടി വഴി ഈ പദ്ധതിയിലൂടെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കാനും അപേക്ഷിക്കാനും കഴിയും. അംഗനവാടി വഴി അപേക്ഷിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്കോ ഈ തുക എത്തും. ആധാർ കാർഡിന്റെ കോപ്പി, റേഷൻ കാർഡ് എന്നിവ അംഗനവാടിയിൽ കാണിക്കണം. അതുപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. മുലയൂട്ടുന്ന അമ്മമാരുടെയും ഗർഭിണികളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക, ഈ സമയത്ത് അവരുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാകുക എന്നീ പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ഈ പദ്ധതി പ്രകാരം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം എത്തുകയും അതുപോലെ തന്നെ അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുകയും ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുകയും ചെയ്യുന്നു. പ്രസവ സമയത്ത് 3 ഗഡുക്കളായാണ് ഈ തുക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആദ്യ ഗഡു ആദ്യ പ്രസവ സമയത്ത് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. 2 ഗഡു പ്രസവത്തിന് മുൻപും 2 ഗഡു പ്രസവ ശേഷവുമാണ് ലഭിക്കുക. ഗർഭിണിയായി അംഗനവാടിയിൽ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു കഴിയുമ്പോൾ പ്രാരംഭ ഗഡുവായി 1,000 രൂപയാണ് ലഭിക്കുക. രണ്ടാം ഗഡുവായി 2,000 രൂപ ഗർഭത്തിന്റെ 6ാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാണ് നൽകുക. പ്രസവശേഷം കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം 3ാമത്തെയും അവസാനത്തെയും 2,000 രൂപ കൂടി ലഭിക്കും. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ ആയിട്ടുള്ളവർക്കൊന്നും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ പദ്ധതിയുടെ 2ാം ഘട്ടമായ 6,000 രൂപ നൽകുന്ന സ്കീമും സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ, സമാനമായ മറ്റു പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്നിവർ ഒഴികെയുള്ള എല്ലാവർക്കും 6,000 രൂപ ആനുകൂല്യം ലഭിക്കും. ഈ പദ്ധതി പ്രകാരം 2ാമത്തെ പ്രസവത്തിന് പെൺകുഞ്ഞ് ജനിച്ചാൽ കുട്ടിയുടെ അമ്മയ്ക്ക് 6,000 രൂപ ലഭിക്കും. അതേപക്ഷം ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ഈ 6,000 രൂപ ധനസഹായം ലഭിക്കുന്നതല്ല. കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യം നടപ്പിലാക്കുന്നത്. ഈ പറഞ്ഞ 2 ആനുകൂല്യങ്ങൾക്കുമായി അംഗനവാടിയിൽ തരുന്ന അപേക്ഷാ ഫോമിനൊപ്പം ആധാർ കാർഡിന്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, റേഷൻ കാർഡ് വിവരങ്ങൾ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിനു പുറമെ PMMVY.nic.in എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ല നേരിട്ട് ചെന്നോ ഇത് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 5,000 രൂപ അമ്മമാർക്ക് ലഭിക്കും. എന്നാൽ 2ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിച്ചാൽ മാത്രമേ 6,000 രൂപ ലഭിക്കുകയുള്ളൂ. ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയും 2ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയും ആണെങ്കിൽ 5,000വും 6,000വും മൊത്തം 11,000 രൂപ വരെ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നതാണ്. 2 പ്രസവത്തിലും പെൺകുട്ടികളാണ് ഉണ്ടാവുന്നതെങ്കിലും 11,000 രൂപ ലഭിക്കും. എന്നാൽ ഈ 2 പ്രസവത്തിലും ആൺകുട്ടികളാണ് ഉണ്ടാവുന്നതെങ്കിൽ ആദ്യത്തെ കുട്ടിക്കുള്ള 5,000 രൂപ മാത്രമായിരിക്കും ലഭിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.